വിജയ് രാഷ്ട്രീയത്തിൽ ചുവടുവെക്കുമ്പോൾ തന്നെ വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യുന്ന രീതിയിൽ 40-ലധികം ജീവനുകൾ മരിച്ചു, 40-ലധികം കുടുംബങ്ങൾ കണ്ണീരിലാഴ്ന്നു. വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവമായിരുന്നു. ഏതായാലും തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ കീഴിൽ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ മണ്ണ് അത്ര പെട്ടെന്നൊന്നും പിഴുതെറിയുവാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും വന്നതോടുകൂടി വിജയുടെ വിജയം അകലെയാണെന്ന് പലരും വിധിയെഴുത്തുന്നുണ്ട്. പക്ഷേ സ്റ്റാലിൻ്റെ കരുത്ത് മാത്രമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയുടെ ഏറ്റവും വലിയ പ്രതിരോധം. അതല്ലാതെ ഈ ദുരന്തം കൊണ്ട് ഒരു കാരണവശാലും വിജയ് അങ്ങനെ പിറകോട്ടടിക്കുകയില്ല. താൽക്കാലികമായിട്ട് വിജയ് നിശബ്ദനായിരിക്കാം. പക്ഷേ PR ഏജൻസികളെ വെച്ച് ഇത്തരം നെഗറ്റീവ് സാഹചര്യങ്ങളെ പോലും പോസിറ്റീവാക്കി മാറ്റുവാനുള്ള കഴിവും കുശാഗ്ര ബുദ്ധിശക്തിയും വിജയ്ക്കുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിലെ പരിജ്ഞാനക്കുറവും ബാലപാഠങ്ങളുടെ അഭാവവുമെല്ലാം വിജയിയെ പല സാഹചര്യത്തിലും ഇനിയും പിന്നോട്ടടിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ദുരന്തത്തിൻ്റെ മാത്രം കാരണം കൊണ്ട് വിജയ് ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല. മറിച്ച് 2 പ്രശ്നങ്ങൾ മാത്രമാണ്. ഒന്ന്, സ്റ്റാലിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ മണ്ണ് നല്ല രാഷ്ട്രീയ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ അതിനെ ഉഴുതുമറിക്കുക എന്നുള്ളത് വിജയെ സംബന്ധിച്ച് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയം അറിയാത്ത വിജയിയാണ് എന്നുള്ളതും. ഇത് രണ്ടും ഈ ദുരന്തത്തിനു ശേഷവും മുമ്പുമെല്ലാം നിലനിൽക്കുന്ന വിജയിക്ക് മുമ്പിൽ അതിജയിക്കുവാനുള്ള മാർഗങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും BJPയെ പിന്നിലാക്കിക്കൊണ്ട് ആ ഒരു സ്ഥാനത്തേക്കെങ്കിലും വിജയ്ക്ക് വരാൻ കഴിയുമെന്നാണ് തമിഴ്നാട്ടിൻ്റെ ഉള്ളറിയുന്നവർക്കും തമിഴ്നാട്ടിലെ സാധാരണക്കാരോട് സംസാരിക്കുമ്പോഴും ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്.